ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ ജയം തേടി മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് കളത്തിൽ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സൗദി അറേബ്യയാണ് സ്പാനിഷ് പടയുടെ എതിരാളികൾ. ഉറുഗ്വായി, ബെൽജിയം ടീമുകളും ആദ്യ ജയം തേടി ഇന്നിറങ്ങും. ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിലൊന്നാണ് സ്പെയിൻ. എന്നാൽ ആദ്യ മത്സരത്തിൽ കേപ്പ് വെർദെയുടെ പ്രതിരോധത്തിന് മുന്നിൽ സ്പാനിഷ് പടയ്ക്ക് പിടിച്ചു. ലോകോത്തര താരങ്ങൾ ഉണ്ടായിട്ടും മത്സരത്തിലെ ഏറിയ പങ്ക് ബോൾ കൈവശം വെച്ചിട്ടും ഒരിക്കൽ പോലും വലകുലുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് സൗദി അറേബ്യക്കെതിരെ ഇറങ്ങുമ്പോൾ ലോകത്തിനു മുന്നിൽ കരുത്തറിയിക്കേണ്ടതുണ്ട് സ്പാനിഷ് പടയ്ക്ക്. കൗമാര താരം ലെമീൻ യമാൽ ഇന്ന് ആദ്യ 11-ൽ തിരിച്ചെത്തും. പ്രധാന താരങ്ങളുമായി തന്നെയാകും സ്പെയിൻ ഇക്കുറി ഇറങ്ങുക. മറുവശത്ത് ശക്തരായ യുറുഗ്വേയെ സമനിലയിൽ തളച്ചാണ് സൗദി എത്തുന്നത്. ഏത് ടീമിനെയും വെല്ലുവിളിക്കാൻ പോകുന്ന പോരാട്ട വീര്യം തന്നെയാണ് സൗദിയുടെ കരുത്ത്. ഗ്രൂപ്പ് എച്ചിലെ 2 മത്സരങ്ങളിൽ നിന്ന് 4 ടീമുകൾക്കും ഓരോ പോയിന്റ് വീതമാണ്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ യുറുഗ്വേയ്ക്ക് കേപ്പ് വെർദെയാണ് എതിരാളികൾ. സൗദിയോട് സമനില വഴങ്ങിയ യുറുഗ്വേയ്ക്ക് നോക്കൌട്ടിലെത്താൻ ജയം അനിവാര്യമാണ്. എന്നാൽ ലോക ചാമ്പ്യന്മാരെ സമനിലയിൽ കുരുക്കിയ കേപ്പ് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന തീർച്ച. ഗ്രൂപ്പ് എച്ചിൽ ജയിക്കുന്ന ടീമിന് മുന്നോട്ടുള്ള യാത്ര തെളിയുമ്പോൾ പരാജയപ്പെടുന്ന ടീമുകളുടെ സാധ്യത കുറയും. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഈജിപ്തിനെതിരെ നിറം മങ്ങിയ ബെൽജിയത്തിന് ഇറാനെ മറികടക്കുക എളുപ്പമായിരിക്കില്ല. ന്യൂസിലാൻഡിനെതിരെ 2 തവണ പിന്നിൽ പോയ ശേഷമാണ് ഇറാൻ തിരിച്ചു വന്നത്. അമേരിക്കൻ ഗാലറിയിലെ വെല്ലുവിളിയും മറികടന്നായിരുന്നു ഇറാന്റെ പ്രകടനം. അതേസമയം സെൽഫ് ഗോളിലാണ് ബെൽജിയം സമനില നേടിയത്. ഇരു ടീമുകൾക്കും വിജയിച്ചേ മതിയാകൂ എന്നിരിക്കെ ശക്തമായ മത്സരം നടക്കുമെന്നുറപ്പ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.